വരാതിരിക്കാനുള്ള മരുന്നും വന്നവർക്കുള്ള മരുന്നൊക്കെ അതാത് പഞ്ചായത്ത് മെമ്പർമാരെ ഏൽപ്പിച്ചാ പോരെ? നല്ല കഥയായി. കുറുക്കന്റെ കയ്യിലാ കോയിനെ പോറ്റാൻ കൊടുക്കല്? കുറുക്കന്റെ കയ്യിലാണോ കോയിനെ പോറ്റാൻ കൊടുക്കലെന്ന്? ഈ പഞ്ചായത്ത് മെമ്പർമാരെ കൈമിൽ കൊടുത്താലേ ഓരോ പാർട്ടിയിലെ ആൾക്കാർക്ക് മാത്രമേ മരുന്ന് കൊടുക്കുള്ളൂ, എതിർ പാർട്ടിക്കാർക്ക് കൊടുക്കൂല. അങ്ങനെയുണ്ട്. ഫോൺ അടിക്കണ്ടല്ലോ. മന്നാൽ സാറാ. സാറേ, അതാ കേറിക്കൊണ്ടിരിക്കുക. 5-8 വീട് കയറി. ഒക്കെ കിട്ടുന്നുണ്ട്, കണക്കെടുക്ക് എടുക്കുന്നുണ്ട്. ആയിക്കോ. നമ്മളെ ആയിക്കോട്ടെ. എന്റെ എല്ലാം എഴുതിയെടുക്കുന്നുണ്ട്. ശരി. അപ്പളേ പനി വന്നോര് ലിസ്റ്റ്, പനി വരാൻ സാധ്യതയുള്ളവരുടെ ലിസ്റ്റ്, പനി വന്നിട്ട് പിന്നെ ട്രീറ്റ്മെന്റ് എടുത്തോരെ, ഇത് മൂന്നായിട്ടാണ് എഴുതി വെക്കണം എന്നാണ് മൻമോഹൻ സാറ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ എഴുതിയാ മതി. ഒരു ഭയങ്കര കർശനൊക്കെ അടുത്തല്ലേ. ഓർക്കാടിരുന്ന് പറഞ്ഞാ മതി. വെയിൽ കൊണ്ട് നടക്കണം നമ്മളല്ലേ. ഉച്ചക്ക് എവിടെ കഴിക്കും? കൈ നമുക്ക് ആ കുടുംബശ്രീന്റെ ഹോട്ടലിൽ അത് കഴിക്കാം. അച്ഛന്റെ എക്സ്റേ വേണമായിരുന്നു. കാല് നിലത്ത് കുത്തല, നോക്കണം. സാറേ, ഇതെന്റെ അച്ഛന്റെ എക്സ്റേ അല്ല. എന്റെ അല്ല, അച്ഛന്റെ അല്ലാന്നോ? അല്ല, എല്ല് കണ്ട മനസ്സിലാവും. അല്ല, എല്ല് കണ്ട എങ്ങനെയാണ് മനസ്സിലാവും? എല്ലാവരും എല്ലാം ഒരേപോലെ അല്ലേ? അല്ലല്ല, എന്റെ അച്ഛന് 4 വിരലേ ഇല്ലു, ഇത് 5 വിരലുണ്ട്. ആരോ എക്സ്റേ എടുത്തിട്ട് നമുക്ക് ഇത് നമ്മൾ തോന്നല്ല, തെറ്റിപ്പോയി. 4 വിരലേ ഉള്ളോ? 4 വിരലേ അച്ഛൻ ഇല്ലു. എന്താ അച്ഛന്റെ പേര്? അച്ഛൻ സുമേഷ്. സോറി കേട്ടോ, അത് രാജേഷ് പേര് മാറിയതാ. ഒരു മിനിറ്റ്. കണ്ടത്തെ കേൾക്കുമ്പോ ഒരു വിരലങ്ങോട്ട് പോയിനി, 4 ഇല്ലു. നമുക്കറിയാം ഏതോ ഇത് എടുത്ത് തന്നിരിപ്പം നോക്കിട്ടെങ്കിലോ. ഒന്നുമോനെ നീ നോക്കണം കേട്ടോ. ഞാൻ നോക്കും. അച്ഛന്റെ എല്ലാണ്. ആണോ? അതെ, ഒരു അബദ്ധം പറ്റിയത് പുറത്തൊന്നും പറയണ്ട. ഈ തിരക്ക് കാരണം ഇങ്ങനെ ഇത് അല്ല, അത് നോക്കാനൊന്നുമില്ല, അത് കറക്റ്റാ. ഇതാരതാണ്? സുമേഷ്, എന്റെ അച്ഛന്റെ. അതെ. ഇത് മാറിപ്പോയിട്ടുണ്ട്. ഇല്ല, അത് മാറി വഴി. ഏത് കാലം എടുത്തിനി? വലത്തെ കാലല്ലേ? വലത്തെ കാലല്ലേ? അതെ. തന്നത് എടുത്തേ കാല്. എടുത്തേ കാലം. എന്ത് പരിപാടിയാണ് ഇത്? ഉണ്ടാക്കില്ലേ, നോക്കട്ടെ. ആരോ കാലിനെ മാറി. കണ്ട? അതെ, ഒരബദ്ധം പറ്റും എന്ന് കരുതിയിട്ട് ഇങ്ങോട്ട് നെഞ്ഞത്ത് കയറല്ലേ? ഇല്ല, അല്ല പറഞ്ഞു. ഇത് തിരിച്ചു പിടിച്ച് നോക്കണോ. ഇപ്പൊ ഏത് കാല? വേണ്ട, ഇങ്ങനെ പിടിച്ച വലത്തെ കാല്, ഇങ്ങോട്ട് തിരിച്ചു പിടിച്ച ഇടത്തെ കാല്. ഇത് ഇങ്ങനെയാ പിടിക്കണ്ടേ? ശരി. അപ്പൊ ഇടത്തേക്കാലിനെ അബദ്ധം പറ്റിയാലും തിരിച്ചു പിടിച്ചിട്ട് മാറ്റിയാലും ഒന്ന് കൊണ്ടുപോകുന്നത് ശരി തന്നെ അച്ഛാ. വീട്ടിൽ ചെന്നാ മാറരുത്. എനക്ക് മാറിപ്പോയാ. വീട്ടിൽ ചെന്ന് മാറിയാലും കുഴപ്പമില്ല, ഡോക്ടറെ കാണിക്കുമ്പോ മാറാഞ്ഞാൽ മതി. അവിടെ അതേപോലെ അല്ല, ബുദ്ധിയുള്ളവരായിരിക്കും. ചെല്ല്. നിലത്ത് കുത്തല്ല. ഹലോ. ഹലോ സാർ. കൊടുത്തിട്ടുണ്ട് സാർ. വന്നുകൊണ്ടിരിക്കുന്നു. കഴിയുന്നത് നേരത്തെ എത്തിക്കാം സാർ. നാളെയോ? നാളെ എത്തിക്കാം. ഓക്കെ സാർ. ഓക്കെ. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. വരണം. ഇരിക്കണം. എന്താ ഈ കാര്യങ്ങളൊക്കെ? 4000 പേർക്കുള്ള സദ്യ ഒരുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രഥമൻ 5 ഇനം, അതും എൻ്റെ ഒരു നിർബന്ധമാണേ. പിന്നെ ഒരു കാറ് തരാമെന്ന് പറഞ്ഞു സാർ. അതിൻ്റെ കാര്യത്തിലാണ് എനിക്ക് ഇപ്പോഴും ഒരു കൺഫ്യൂഷൻ.
എന്തിന്റെ കാര്യമാണ് സാറ് പറഞ്ഞു വരുന്നത്? എൻ്റെ മോൻ്റെ കല്യാണത്തിൻ്റെ കാര്യം സാറിന് ഞാൻ ലെറ്റർ തന്നിരുന്നു. ഞാൻ നിങ്ങളുടെ മോന്റെ കല്യാണത്തിന്റെ കാര്യമല്ല ചോദിച്ചത്. ഈ ഓഫീസിന്റെ കാര്യങ്ങൾ എവിടം വരെയായി അത് പറ. നിങ്ങൾ സർവേ നടക്കുന്നുണ്ട് സാർ, റിപ്പോർട്ടായിട്ടില്ല. നിങ്ങൾ സർവേ നടത്തിക്കൊണ്ടിരുന്നാൽ മതിയോ? മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിയോട് വിളിയാണ്. ഇതാ ഫോൺ ചെയ്ത് വെച്ചതേ ഉള്ളൂ. ഞാനിവിടെ മുള്ളിന്റെ മുകളിലാണ് ഇരിക്കുന്നത്. ഞാൻ എന്ത് സമാധാനം പറയണം? കൊടുക്കാം സാർ. എന്ത് കൊടുക്കണ്? റിപ്പോർട്ട്. എടോ, നിയമസഭാ സമ്മേളനം നടക്കുന്ന സമയത്ത് ഓരോ ജില്ലയിലും H1N1 പനി വന്നവരത്ര, ഡെങ്കിപ്പനി വന്നവരത്ര, തക്കാളിപ്പനി വന്നവരത്ര എന്ന് പ്രതിപക്ഷം ചോദിക്കുമ്പോൾ മറുപടി പറയണമെങ്കിൽ നമ്മൾ റിപ്പോർട്ട് കൊടുക്കണം. ഇല്ലെങ്കിൽ മന്ത്രി അവിടെ നിന്ന് വയറക്കും. ചിലപ്പോൾ ബോധം കെട്ട് വീണ് മരിച്ചെന്നും വരും. പിറ്റേ ദിവസം പത്രക്കാർ എഴുതില്ലേ പത്രത്തിൽ, പനി വന്ന് മന്ത്രി മരിച്ചു. അങ്ങനെ വേണോ? സാർ, നമ്മുടെ ഹെൽത്ത് വർക്കർമാരും ആശാ വർക്കർമാരും എല്ലായിടത്തും കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുക. നിങ്ങൾ കയറി ഇറങ്ങിക്കൊണ്ടിരുന്നോണ്ട് കാര്യമില്ല. റിപ്പോർട്ട് കൊടുക്കണം. അതിന് എത്ര സമയം വേണം അത് പറ. അത് പിന്നെ എനിക്കൊരു 5 മിനിറ്റ്, 10 മിനിറ്റ്, 20 മിനിറ്റ്, 1 മണിക്കൂർ. 1 മണിക്കൂറിനകം എനിക്ക് റിപ്പോർട്ട് കിട്ടണം. സാർ, 10 ദിവസം വേണം. 10 ദിവസം? താൻ എന്താണ് ഈ പറയുന്നത് മന്മഥൻ? നാളെ റിപ്പോർട്ട് കൊടുക്കാമെന്ന് ഞാൻ മന്ത്രിക്ക് വാക്ക് കൊടുത്തു പോയി. ഇപ്പം സാർ എന്തിനാണ് ആവശ്യമില്ലാതെ മന്ത്രിക്ക് വാക്ക് കൊടുക്കാൻ പോയെ? പനി വന്നിട്ടുള്ള ആളുകളുടെ മുഴുവൻ റിപ്പോർട്ട് എനിക്ക് ഇന്ന് കിട്ടണം. സാർ, അതിൻ്റെ ഒരു കൃത്യമായ കണക്കെടുക്കണമെങ്കിൽ 10 ദിവസം വേണമെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് എന്നാ ഒരു ഊഹക്കണക്കെങ്കിലും എടുത്തോണ്ട് പാടോ. ഊഹക്കണക്ക് മതിയോ സാർ? അത് ഞാൻ എടുത്തു തരാം. ഇല്ലെങ്കിൽ മോളിൽ ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്ത് കാണിക്കണ്ടേ? അല്ലാണ്ട് വീടുകളിൽ കയറി ഇറങ്ങിയിട്ട് കൊതുകിനെ കൊല്ലണം, പരിസരം വൃത്തിയാക്കണം, ചിരട്ട കമുത്തണം എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ പനി വരാതിരിക്കില്ല. കൊതുക് കടിക്കും, പനി വരും, ആളുകൾ ചാവും. മരിച്ച ആളുകളുടെ ലിസ്റ്റും വേണം. അത് ഡെത്ത് രജിസ്റ്ററിൽ നിന്ന് എടുക്കാം. അത് പോരാ. സ്പെഷ്യൽ പനി വന്ന് മരിച്ച ആളുകളുടെ ലിസ്റ്റ് മാത്രം മതി. ഇങ്ങനെയുള്ള ആളുകൾക്ക് സർക്കാർ ചിലപ്പോൾ ആനുകൂല്യങ്ങൾ കൊടുത്തെന്ന് വരും. ഇങ്ങനെ ആനുകൂല്യങ്ങൾ കിട്ടുന്നു എന്നറിയുമ്പോൾ ആത്മഹത്യ ചെയ്തവൻ്റെ ബന്ധുക്കളും ഹാർട്ട് അറ്റാക്ക് വരുന്നു മരിച്ചവൻ്റെ ബന്ധുക്കളും എല്ലാം കൂടെ വരും ആനുകൂല്യങ്ങൾ കൈപ്പറ്റാൻ വേണ്ടി. ഡെങ്കിപ്പനി വന്ന് മരിച്ചതാണെന്ന് പറഞ്ഞ് അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് വേണമെന്ന് തന്നോട് പറയുന്നത്. ഞാൻ ഈ പറയുന്നത് വല്ലതും മണ്ടക്കകത്ത് കയറുന്നുണ്ടോ? എന്ത് എന്നിട്ട് റിപ്പോർട്ട് എവിടെ? അല്ല സാർ, നമുക്കത് ലാബിൽ നിന്ന് റിപ്പോർട്ട് എടുക്കാമല്ലോ. ലാബിൽ നിന്ന് എടുക്കണം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പറ്റില്ല സാർ. എന്ത് പറ്റില്ലാന്നോ? എന്റെ മുഖത്ത് നോക്കിയാൽ പറ്റില്ല എന്ന് പറയാൻ തനിക്ക് എന്താ അധികാരം? അയ്യോ, ഞാൻ ആരാണ് സാർ? ഞാൻ ആരാണ്? ഞാൻ മെഡിക്കൽ സൂപ്രണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത് പറ്റില്ല അല്ല സാർ, പറ്റില്ല. നമ്മുടെ ലാബ് ടെക്നീഷ്യൻ ഇല്ലല്ലോ ഇവിടെ. അത് ഉള്ളത് തന്നെ നമ്മുടെ സ്ഥിരം നിയമനക്കാരനല്ലല്ലോ, താൽക്കാലിക ജീവനക്കാരനല്ലേ. അയാൾക്ക് സ്വന്തമായിട്ടൊരു ലാബുണ്ട്. അപ്പോൾ അയാൾ ഫുൾ ടൈം അവിടെയാണ്. അയാളെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞാൻ സാറിനോടൊരു 10 ദിവസം വേണമെന്ന് പറഞ്ഞത്. ഒരു കാര്യം ഞാൻ തന്നോട് പറയാം. നാളെ രാവിലെ ഞാനും താനും തമ്മിൽ കണ്ടിരിക്കും. ആ സമയത്ത് എനിക്ക് റിപ്പോർട്ട് ഇവിടെ വേണം. ഇല്ലെങ്കിൽ തൻ്റെ മോൻ്റെ കല്യാണം 1 വർഷം കഴിഞ്ഞേ നടക്കും. അതെന്താണ് സാർ? അച്ഛൻ്റെ ആണ്ട് കഴിഞ്ഞേ മകൻ്റെ കല്യാണം നടത്താവൂ എന്ന് മൊത്തത്തിലൊരു വിശ്വാസമുണ്ട്. ഒരു വക പണിയും ചെയ്യില്ല, ന്യായങ്ങളുമായിട്ട് വന്നിരിക്കുകയാണ്.